മജ്ലിസ് പാർട്ടിയിലേക്ക് വന്നാൽ വോട്ട് പ്രവർത്തിച്ചു മജ്ലിസ് പാർട്ടി എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അത്തരം റിസൾട്ട് തന്നെയാണ് വരുന്നത്. 4 ലീഡ് ചെയ്യുന്നു. അല്ല, മജ്ലിസ് പാർട്ടി ഇപ്പോൾ കേരളത്തിലെ മുസ്ലിം ലീഗ് ഒക്കെ പോലെ മുസ്ലിം സാമുദായിക പാർട്ടിയായി പ്രത്യേകിച്ച് കിഷൻഗഞ്ച് മേഖലയിൽ ഉയർന്നു വരികയാണോ എന്നതിന്റെ സൂചന നോക്കൂ. ചില മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലത്തിൽ 13,996 വോട്ടിന് 11 റൗണ്ട്, അതായത് പകുതി വോട്ട് എണ്ണി കഴിയുമ്പോൾ കൊച്ചദാമാൻ മണ്ഡലത്തിൽ AIMIM സ്ഥാനാർത്ഥി സർവാർ അലാം 13,996 വോട്ടുകൾക്കാണ് ലീഡ് ചെയ്യുന്നത്. അമോർ മണ്ഡലത്തിൽ അക്തറുൽ ഉമാൻ 16,444 വോട്ടുകൾക്കാണ് 10 റൗണ്ട് പൂർത്തിയാകുമ്പോൾ ലീഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബൈസി മണ്ഡലത്തിൽ ഗുലാം സർവാർ 9,355 വോട്ടുകൾക്കാണ് ലീഡ് ചെയ്യുന്നത്. നമ്മൾ ഈ മണ്ഡലങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ അവിടങ്ങളിലൊക്കെ ഇപ്പോൾ NDAയേക്കാൾ മുമ്പിൽ ഇവിടെ ഒരു മണ്ഡലത്തിൽ ഇപ്പോൾ നോക്കൂ, ഈ 13,000-ൽ പരം വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്ന മണ്ഡലത്തിൽ AIMIM രണ്ടാം സ്ഥാനത്താക്കിയിരിക്കുന്നത് മുജാഹിദ് ആലം RJD സ്ഥാനാർത്ഥിയാണ്. അവിടെ ഡിസ്റ്റന്റ് തേർഡാണ് BJP. അപ്പോൾ മുസ്ലിം പൊളിറ്റിക്കൽ ആസ്പിറേഷന്റെ പ്രതീകമായി AIM ആ മേഖലയിൽ മാറുകയാണ്. മാത്രമല്ല സീറ്റുകളുടെ ഒരു ഘടന കൂടി നോക്കൂ. ഒറ്റ റൗണ്ടിലാണ് ആ സീറ്റ്. 4 സീറ്റും ഒരുമിച്ച്, ഒന്ന് അതിന് ചേർന്ന് അടുത്ത സീറ്റ്, 2 സീറ്റ് ഒരുമിച്ച്. അതായത് ഒറ്റ പ്രദേശമാണ്. കിഷൻഗഞ്ച് ജില്ലയിൽ തന്നെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 സീറ്റുകൾ വിജയിച്ചത് ഈ മേഖലയിൽ തന്നെയാണ്. ഇപ്പോൾ 4 സീറ്റിലേക്കായി, അതും മെച്ചപ്പെട്ട ഒരു മാർജിനിലേക്ക് എത്തുകയാണ്. വിജയം ഉറപ്പിച്ചു എന്ന മട്ടിലാണ് അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ നൽകുന്ന സൂചന. അങ്ങനെയാണ്. അപ്പോൾ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ വിജയിക്കുന്ന പാർട്ടി പഴയതുപോലെ RJDയോ കോൺഗ്രസോ അല്ല, മറിച്ച് AIMIM ആണ് എന്നുള്ളതാണ് കിഷൻഗഞ്ച് നൽകുന്ന കൃത്യമായ സൂചന. സ്വത്വ രാഷ്ട്രീയം അവിടെ കാര്യമായി വർക്ക് ചെയ്യുന്നു എന്നത് വ്യക്തമാക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലമാണ് സീമാഞ്ചൽ മേഖലയിൽ നിന്ന് വരുന്നത്. അവിടെ തന്നെ നേരത്തെ യാദവ മുസ്ലിം കോമ്പിനേഷന്റെ ഒരു പരീക്ഷണം നടത്തി അത് വിജയിപ്പിക്കാൻ RJDക്ക് കഴിഞ്ഞുവെങ്കിൽ ആ ബെൽറ്റ് ആകെ പരിപൂർണമായി കൈവിട്ടു എന്നതിൻ്റെ സൂചനകളാണ്. പക്ഷേ ആശ്വാസമായി രണ്ടിടത്ത് സമീപത്ത് തന്നെ 2ഇടത്ത് ഈ സീമാഞ്ചൽ മേഖലയിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു എന്ന് മാത്രമാണ് ഇപ്പോൾ പ്രതിപക്ഷ നിരയെ സംബന്ധിച്ച്, പ്രതിപക്ഷ സഖ്യത്തെ സംബന്ധിച്ച ആശ്വാസമുള്ള. അതിലൊന്ന് കിഷൻഗഞ്ച് സീറ്റാണ്. അവിടെ ഖമറുൽ ഹോദ ഇപ്പോഴും ലീഡ് ചെയ്യുന്നു എന്നാണ്. ഈ സീമാഞ്ചലിലെ 4 ജില്ലകളിലും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. സംസ്ഥാനത്തെ ആകെ മുസ്ലിം പോപ്പുലേഷൻ്റെ 75%, ടോട്ടൽ ബീഹാറിലെ മുസ്ലിം പോപ്പുലേഷൻ്റെ 75% ഈ സീമാഞ്ചൽ മേഖലയിലെ 4 ജില്ലകൾ കേന്ദ്രീകരിച്ചാണ്. മാത്രമല്ല ഈ 4 ജില്ലകളും ബംഗാളുമായി അതിര് പങ്കിടുന്ന മേഖലയാണ്. കുടിയേറ്റം വലിയ പ്രശ്നമായി BJP ഉയർത്തിക്കൊണ്ടുവന്നത് പ്രത്യേകമായി ഈ മേഖല കൂടി കേന്ദ്രീകരിച്ചാണ്. ബംഗ്ലാദേശുമായി അന്താരാഷ്ട്ര അതിർത്തി നമ്മൾ പങ്കിടുന്ന പ്രദേശമാണ്. ബീഹാർ നേരിട്ട് പങ്കിടുന്നില്ല എങ്കിലും ബംഗാളിന് സമീപത്തെ ബംഗ്ലാദേശുമായുള്ള പ്രധാനപ്പെട്ട അതിര് പങ്കിടുന്ന സ്ഥലമാണ്. അവിടെ മുസ്ലിം രാഷ്ട്രീയത്തിന് ഒരു പ്രത്യേക തരത്തിൽ അതിനെ ഉപയോഗിക്കാൻ മജ്ലിസ് പാർട്ടി കഴിയുന്നു, അസീൻ ഒവൈസിക്ക് കഴിയുന്നു എന്നത് തുടർച്ചയായ 2ാം തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ വ്യക്തമാകുകയാണ്. അവിടുത്തെ പല മണ്ഡലങ്ങളും പരിശോധിച്ചാൽ ഇപ്പോൾ അരാരിയയിൽ 42% മുസ്ലിം പോപ്പുലേഷൻ ഉള്ളത്. കത്തിഹാർ മണ്ഡലത്തിൽ 43% പൂർണിയയിൽ 38%. 2022 ജാതി സർവേ പ്രകാരം 17.7% മുസ്ലിങ്ങളാണ് ബീഹാറിലാകെ ഉള്ളതെങ്കിൽ അതിൻ്റെ 75% ഈ റീജിയനിലാണ്. അവിടെയാണ് ഇപ്പോൾ മജ്ലിസ് പാർട്ടി 4 മണ്ഡലങ്ങളിൽ ഇപ്പോൾ വ്യക്തമായി ലീഡ് ചെയ്യുന്നത്. AIMIM മുന്നേറുമ്പോൾ വെറും 5 മണ്ഡലങ്ങളിലാണ് കോൺഗ്രസിന്റെ ലീഡ്. അപ്പോൾ കോൺഗ്രസ് ആത്മപരിശോധന നടത്തേണ്ട ഒരുപാട് ഘടകങ്ങളുണ്ട്. രാഷ്ട്രീയം മാറുകയാണ്. MY കോമ്പിനേഷനിലെ Y അവിടെ കൃത്യമായും RJDക്ക് കിട്ടുന്നുണ്ടാകും. കാരണം അവരുടെ വോട്ട് ഷെയർ 22% മുകളിലാണ്. പക്ഷേ മുസ്ലിം വോട്ട് എന്ന് പറയുന്നത് N ബ്ലോക്കായിട്ട് ഈ സംവിധാനത്തിന്, അതായത് മഹാസഖ്യത്തിന് കിട്ടുക എന്ന ഏർപ്പാടില്ല. നേരത്തെ അത് അനൂപ് ദാസ് അവിടെ നിന്ന് സൂചിപ്പിച്ചു. അനൂപ് ദാസ് കിഷൻഗഞ്ചിൽ പോയ സമയത്ത് അത് വളരെ കൃത്യമായിരുന്നു. AIMIM-നെയും ഒവൈസിയെയും അവിടുത്തെ ജനങ്ങൾ, കിഷൻഗഞ്ചിലെ ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് AIMIM-ന് 4 സീറ്റിലേക്ക് വിലയിരുത്തുന്നതിൽ പലർക്കും പാളിച്ച പറ്റിയെന്ന് തോന്നുന്നു. കാരണം 2020 5 പേർ ജയിച്ച 4 പേരും RJDയിലേക്ക് മറുകണ്ഠം ചാടിയതോടുകൂടി ആ സാധ്യത അവസാനിച്ചു എന്ന നിലയിലാണ് പല നിരീക്ഷണങ്ങളും വന്നത്. എങ്കിൽ പക്ഷേ അങ്ങനെയല്ല. മജ്ലിസ് പാർട്ടിക്ക് പിന്തുണയുണ്ട്. 4ഇടത്ത് ലീഡ് ചെയ്യുകയാണ്. പ്രതിപക്ഷ സഖ്യത്തിന്റെ പ്രതീക്ഷകൾ പൊളിച്ചത് ഒരു പരിധിവരെ മജ്ലിസ് പാർട്ടിയാണ്. ആ മേഖലയിൽ ഇപ്പോൾ ഇത്ര വലിയൊരു ക്ലീൻ സ്വീപ്പ് ഉണ്ടാകുമ്പോൾ അത് മജ്ലിസ് പാർട്ടി മാത്രമാണെന്ന് പറയാൻ കഴിയില്ല. മുന്നണിയിൽ ഉണ്ടായിരുന്ന ഒരു 10 സീറ്റിൽ വ്യത്യാസം വന്നേനെ. പക്ഷേ അപ്പോഴും ഈ ട്രെൻഡിനെ മാറ്റിമറിക്കാൻ കഴിയില്ല. ഏതായാലും സീമാഞ്ചൽ മേഖല അത് കൈവിടുകയാണ് പരിപൂർണമായി. ചമ്പാരൻ മേഖലയും കൈവിട്ടിരിക്കുകയാണ്. പ്രതീക്ഷയുണ്ടായിരുന്ന മേഖലകളാണ്. കോസി മേഖലയും കൈവിടുകയാണ്. പക്ഷേ ഈ സീമാഞ്ചൽ മേഖലയിൽ 2ഇടത്ത് കോൺഗ്രസ് ലീഡ് ചെയ്യുന്നുണ്ട്. ആകെ ലീഡ് ചെയ്യുന്ന 5 സീറ്റുകളിൽ, അല്ലെ 5 സീറ്റിലെ ഇപ്പോൾ ആകെ ലീഡ് ചെയ്യുന്ന 5 സീറ്റുകൾ 2 ഈ മേഖലയിൽ ആണ് എന്നതാണ്. അതേസമയം RJDക്ക് മേഖലയിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നതും വ്യക്തമാക്കുന്ന ട്രെൻഡാണ് ഇപ്പോൾ ഫലസൂചനയാണ് വരുന്നത്. RJDയുടെ നമ്പർ 30ലേക്ക് താഴുകയാണ്.
നോക്കൂ 194 ആയിരിക്കുന്നു. 194 സീറ്റുകളിൽ ഇപ്പോൾ NDAയും 44 സീറ്റുകളിൽ മഹാഗഡ്ബന്ധനും എന്നുള്ളതാണ്. അതായത് ഈ തകർച്ച എന്ന് പറയുന്നത് സമ്പൂർണ്ണമാണ്. അടിച്ചപ്പോ കൂട്ടത്തോടെ അടിക്കുകയാണ്, തട്ടകങ്ങൾ കീഴടക്കിക്കൊണ്ടാണ്, തട്ടകങ്ങൾ തച്ചു തകർക്കുന്ന ഒരു വലിയ രഥയാത്ര എന്ന് പറയാം.